ആ വിലാപയാത്ര ആരംഭിച്ച് 2 ദിവസം കഴിയുമ്പോൾ വിനായകന് അന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ കുരുപൊട്ടുകയും വിനായകൻ അസ്വസ്ഥത ഉണ്ടാക്കിയതിന്റെ കാരണം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായിരുന്നു. നിന്റെയൊക്കെ തന്ത ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു. തിരുത്തലുമായി വന്നത് വിനായകൻ മാത്രമല്ല, അരുൺകുമാറും വന്നിട്ട് മാന്യന്മാരായ ഒരുപാട് പേരുടെ ബൈറ്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. അച്യുതാനന്ദനുള്ളത് കാമപ്രാന്താണ്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആ മനുഷ്യനോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഈ വിനായകനെ പോലുള്ളവർക്കൊക്കെ എന്തിന്റെ അതാണ് എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഡയറക്റ്റ് തന്തയില്ലാത്തവനെ എന്ന് വിളിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരാളെ പോയി തന്തയില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന രീതിയിൽ വിളിച്ചിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. ഉമ്മൻചാണ്ടി ഓർക്കാൻ ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ മതി, VS ഓർക്കാൻ VS ചെയ്തു വെച്ച കാര്യങ്ങൾ മതി. ഇനി നാളെ ഈ അരുൺകുമാറിനെ ഓർക്കാനും അരുൺകുമാർ ഇപ്പൊ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മതി. കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ മരിച്ചതിനെ തുടർന്ന് അന്ത്യാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നത്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അതിന് അനുശോചനം അറിയിക്കുക എന്നുള്ളത് ഒരു മര്യാദയുടെ പുറത്തല്ലേ അത് ചെയ്യുന്നത്? പിന്നീട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എത്രത്തോളം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത്? കർമ്മഫലം, കർമ്മദോഷം എന്നൊക്കെ നമുക്കതിനെ ചുരുക്കി പറയാം. വിനായകന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന, വിനായകന്റെ എന്നല്ല, മലയാളികളുടെ എല്ലാവരുടെയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, റോഡ് സൈഡിൽ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാം, സിന്ദാബാദ് വിളിക്കാം, ഇൻകുലാബ് വിളിക്കാം, പുഷ്പചക്രങ്ങൾ സമർപ്പിക്കാം, എന്തും ചെയ്യാം. പക്ഷേ 2 വർഷം മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം കഴിഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അനിഷേധ്യനായിരുന്ന നേതാവ് മരണപ്പെട്ടപ്പോൾ ആ വിലാപയാത്ര ആരംഭിച്ച് 2 ദിവസം കഴിയുമ്പോൾ വിനായകന് അന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ കുരുപൊട്ടുകയും പിന്നീട് വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ലൈവിൽ വരികയും ചെയ്തു. എൻ്റെ അച്ഛനും ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി ചത്തു, ഇന്ന് മരണപ്പെട്ട VS അച്യുതാനന്ദന് അദ്ദേഹം അഭിവാദ്യം അർപ്പിക്കുന്നു. അപ്പോൾ അത് വിനായകൻ അസ്വസ്ഥത ഉണ്ടാക്കിയതിന്റെ കാരണം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായിരുന്നു, ഇന്ന് അത് അച്യുതാനന്ദന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് ഈ ഒരു സൈബർ ആക്രമണത്തിന് ശേഷം തിരുത്തിയിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ VS ചത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. ആ പോസ്റ്റിന്റെ എൻഡിൽ പറയുന്നത്, തുടക്കത്തിൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും ചത്തു, VS ചത്തു എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നത് നിന്റെയൊക്കെ തന്ത ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു എന്നാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ ഒരു 2 വർഷമായിട്ട് ഇത്രത്തോളം വ്യക്തിവൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വൈരാഗ്യത്തോടു കൂടി ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അത് വിനായകനോട് ചോദിക്കേണ്ട കാര്യമാണ്. വിനായകന് ഇന്ന് ഈ സൈബർ ബുള്ളിങ്, അതായത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതായത് ഒരാളുടെ മരണത്തിലാകുമ്പോൾ സ്വാഭാവിക, കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദനെ അപമാനിച്ച ഒരാളെ, ഫേസ്ബുക്കിലൂടെ അപമാനിച്ച ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, മുൻ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ അപമാനിക്കുമ്പോൾ അവർക്ക് നടപടി ഉണ്ടാവുക, സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമാണ്. ഇപ്പൊ വീണ്ടും ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും ഉപയോഗിച്ചപ്പോൾ തോന്നിയതായിരിക്കാം വീണ്ടും ഒരു പോസ്റ്റ് ഇടണമെന്ന്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് വിനായകൻ മാത്രമല്ലല്ലോ. ഇതിന് ഖേദം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ തിരുത്തലുമായി വന്നത് വിനായകൻ മാത്രമല്ല, അരുൺകുമാറും വന്നിട്ടുണ്ട്. നമുക്ക് ജീവിച്ചിരുന്ന VSനോട്, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയോട് ഇവരൊക്കെ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഭരണത്തിന് ശേഷം ഒന്നും ചെയ്യാനൊന്നുമില്ല. ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് റിപ്പോർട്ടർ ടിവിയിൽ അരുൺകുമാർ പോയിരുന്ന വൈകി കൂടെ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ അവർക്കൊന്നും സംഭവിക്കാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും എത്രയോ ക്രൂശിച്ചവരാണ് ഇവരെല്ലാവരും. എല്ലാ ആളുകളും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂശിച്ചിട്ടില്ലേ? പൊളിറ്റിക്കലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും, പൊളിറ്റിക്കലി മാറ്റി പേഴ്സണലി ആയി. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ, ഉമ്മൻചാണ്ടിയുടെ മക്കളെ പോലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേസ് പറഞ്ഞിട്ടില്ലേ, ഗൺമോൻ പരാമർശം കേട്ടിട്ടില്ലേ? എന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ ദിവസം അവിടെ ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടിയുടെ മകളുണ്ടായിരുന്നു, മറിയാമ്മ ഉമ്മനുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നൊന്നുമില്ല, ഡോക്ടർ. അവർ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുടുംബത്തിന്റെ മാന്യതയാണെന്നേ, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളത്. പിന്നെ മാന്യന്മാരായ ഒരുപാട് പേരുടെ ബൈറ്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. പണ്ട് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ നടന്ന ഒരു ജുബാബ് ഉണ്ടായിരുന്നു DYFIയിൽ. ആ ജുബാബ് എന്താണ്, റെഡ് സല്യൂട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും. ജുബാബിന് അതേ പറയാൻ പറ്റുള്ളൂ, കാരണം യുവാവാണ് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താൻ. യുവാന്റെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അടുത്തിടെ നിലമ്പൂരിൽ നിന്നും തോറ്റിരുന്നു. ഓക്കെ. പിന്നെ മറ്റൊരു പ്രഗത്ഭൻ, കേരള മന്ത്രിസഭയിലെ ഒരു പ്രഗത്ഭനായ ഒരു നേതാവ്, ഗതാഗതം ഭരിക്കുന്ന ഒരു മന്ത്രി, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ പുള്ളി പത്തനാപുരത്ത് കണ്ട് UDFിലായിരുന്ന സമയത്ത്
അച്യുതാനന്ദനുള്ളത് കാമഭ്രാന്താണ് എന്ന് പ്രസംഗിച്ച ഒരു നേതാവ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ ബൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്യുതാനന്ദന് ഞാൻ ഭരണപക്ഷത്തും അച്യുതാനന്ദൻ പ്രതിപക്ഷത്തിരിക്കും, എന്നോടൊരു വല്ലാത്ത വാത്സല്യവും സ്നേഹവുമായിരുന്നു, എന്നും എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും പുള്ളി അന്ന് അദ്ദേഹത്തിന് കാമഭ്രാന്താണ്. ഈ മരണപ്പെട്ട വ്യക്തി തിരിച്ചു വന്നിട്ട് തിരുത്തില്ല എന്നുള്ള ഒരു ഒപ്പുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയില്ല. അതേക്കാൾ എനിക്ക് ചിരി വന്നത് രാവിലെ ഒരു CPM നേതാവ് എനിക്ക് അയച്ചൊരു പോസ്റ്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ട് പോലും. എനിക്കറിയത്തില്ല എവിടെ നനഞ്ഞത്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അച്യുതാനന്ദന്റെ മരണത്തിൽ. എത്രയോ പാവങ്ങള് വരുന്ന വഴിയിലൊക്കെ നമ്മൾ കണ്ടു. സത്യം 80-85 വയസ്സുള്ളവരൊക്കെ നമ്മുടെ നേഷൻ ഫസ്റ്റിൽ വീഡിയോ പോയിട്ടുള്ള ഒരു വൃദ്ധൻ കരയുന്നു. അതേപോലെ ഒരുപാട് മുഖങ്ങള് കുട്ടികൾക്കൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ്, കൗമാരപ്രായത്തിലാണ് VS കത്തി ജ്വലിച്ചു നിന്നത്. ഞങ്ങൾക്കൊക്കെ VSന്റെ ഓരോ പ്രവർത്തികൾ ഭയങ്കര ഇഷ്ടമാണ്. ആ മനുഷ്യന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആ മനുഷ്യനോട് ഭയങ്കര ഇഷ്ടം തോന്നും. അത് തന്നെയാണ് ഉമ്മൻചാണ്ടി. ഇവരൊക്കെ പോയി, ഇനി ഇത്രയും ഇഷ്ടം തോന്നുന്ന നേതാക്കന്മാരൊന്നും ഇല്ല. പിന്നെ വേണമെങ്കിൽ PR-ന്റെ ഭാഗമായി ആളെ കൂട്ടി പരിപാടിയൊക്കെ നടത്താം എന്നുള്ളതല്ലാതെ, പാർട്ടി സംവിധാനത്തിൽ നടത്തുന്നതല്ലാതെ ഉള്ളറിഞ്ഞ് ഇറങ്ങി വന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവര് ആ മരണങ്ങളെയൊക്കെ ഇത്തരം കോമാളിത്തരങ്ങളാക്കി മാറ്റുന്നത് ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. മരണങ്ങളെയൊക്കെ വിറ്റ് കാശാക്കുക ആയിക്കോ, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഈ വിനായകനെ പോലുള്ളവർക്കൊക്കെ എന്തിൻ്റെ അതാണ് എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആരുടെയെങ്കിലും അപ്പനായതുകൊണ്ടാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത്. വിനായകൻ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനായതുകൊണ്ടാണെന്ന് വിനായകന് ബോധ്യമുണ്ടോ? അരുൺകുമാർ പറയുന്ന ഒരു എന്താണ്, അധികാരികളെ ഭരണാധികാരികളെ നേതാക്കന്മാരെ രാജാക്കന്മാരായി കാണുക, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അരുൺകുമാർ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. അരുൺകുമാർ പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കലാണോ ഒരു മാധ്യമപ്രവർത്തകന്റെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മം? മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഭൗതികതയിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം, ദൈവത്തെ വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പരാമർശിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് വാസ്തവം എന്നറിയില്ല. രണ്ടും ഒരാൾ തന്നെ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണെന്നും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡയറക്റ്റ് തന്തയില്ലാത്തവനെ എന്ന് വിളിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരാളെ പോയി തന്തയില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന രീതിയിൽ വിളിച്ചിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഇത്. കാര്യം കേൾക്കുന്നവര് പൊട്ടന്മാരല്ല. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയാണ് അപമാനിച്ചിരിക്കുന്നത്. സഭാവിശ്വാസങ്ങളെയാണ്, ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയാണ് കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ അപമാനിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അതാണ്. ഞങ്ങൾക്കറിയാം. നാളെ VS അച്യുതാനന്ദന്റെ പേര് അമ്പലമോ പള്ളിയോ ഒന്നും ഉയർത്തൊന്നുമില്ല. അത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉയർത്തൊന്നുമില്ല. പിന്നെ അവരുടെ ഒരു രീതിയാണ്, ഒരു ഹൈന്ദവ ആരാധനാ രീതിയാണ് എന്താണ് ദഹിപ്പിച്ച് കളയുക എന്നുള്ളത്. കുഴിച്ചിട്ടല്ലോ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തതല്ലോ, എവിടെയാണെങ്കിലും അത് ദഹിപ്പിച്ചതല്ലേ, അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞതാണ്. ആ ഓർമ്മകളാണ് മതി. ഈ നേതാക്കന്മാരുടെയൊക്കെ ഓർമ്മകൾ. ഇപ്പൊ ഉമ്മൻചാണ്ടി ഓർക്കാൻ ഉമ്മൻചാണ്ടിയുടെ കളർ വേണം, വേണ്ട, അതിന്റെ ആവശ്യമില്ല. പിന്നെ പുതുപ്പള്ളി പോകുമ്പോൾ എല്ലാവരും അവിടെ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഓർക്കാൻ ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ മതി, VS ഓർക്കാൻ VS ചെയ്തു വെച്ച കാര്യങ്ങൾ മതി. ഇനി നാളെ ഈ അരുൺകുമാറിനെ ഓർക്കാനോ അരുൺകുമാർ ഇപ്പൊ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മതി. അത് നെഗറ്റീവായിട്ട് വേണോ പോസിറ്റീവായിട്ട് വേണോ എന്നുള്ളത് അരുൺകുമാറിനെ തീരുമാനിക്കാം. വിനായകനെ ഓർക്കാൻ എത്രയോ നല്ല സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ നല്ല സിനിമകൾ. എങ്കിലും വിനായകൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റേ ബാൽക്കണിയിൽ നിന്നിട്ട് നീല കൈ നൂലിൽ ലിങ്കി വലിച്ചു തുറക്കാൻ വിനായകനെ നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ ആർക്കെങ്കിലും മറ്റേ രജനീകാന്ത് പടത്തിലെ വിനായകനെ ഓർമ്മ വരുമോ? വിനായകൻ എന്നെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതിൽ ബാൽക്കണിയിൽ തെറിയും വിളിച്ചോണ്ട് ഈ സാധനം കണ്ട് തുറന്നു കാണിക്കുന്ന വിനായകനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ അരുൺകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാളത്തിലെ നല്ല മാധ്യമപ്രവർത്തകൻ, അല്ലെ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, നല്ല വാഗ്മി, അറിവുള്ളയാൾ, അധ്യാപകൻ, ഈ രീതിയിൽ വേണോ? അതോ ഒരു മരണം നടക്കുമ്പോൾ മറ്റേ മരണമായിട്ട് കമ്പയർ ചെയ്ത് കുത്തിരിപ്പുണ്ടാക്കുന്നവൻ എന്ന് വേണോ എന്ന് തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോട് തീരുമാനിക്കാം. ശ്രീകണ്ഠൻ നായർക്ക് നാക്ക് വഴിയുണ്ടായി, പിണറായി വിജയൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ പ്രകാരം പോകാത്ത എന്താ? പുള്ളിക്കാരൻ അബദ്ധമാണ് പറ്റി. ഇത് അബദ്ധമല്ല, കരുതി കൂട്ടിയുള്ള അബദ്ധമാണെന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ.